പ്രസരണ ശൃംഖലകൾക്കായി 370 കോടി രൂപ വകയിരുത്തുന്നു. ജലവൈദ്യുത നിലയങ്ങളുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, വാണിജ്യ നഷ്ടം കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ദ്യുതി പദ്ധതിക്ക് 430 കോടി രൂപ വകയിരുത്തുന്നു. സർ, പകൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്നതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BES. സംസ്ഥാനത്തിന് അനുവദിച്ച 500 മെഗാവാട്ട് BES കാസർഗോഡ് മൈലാട്ടിയിൽ 2026 പ്രവർത്തനം ആരംഭിക്കും. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിനായി പ്രത്യേകമായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജ മേഖലയിൽ നവീന പ്രവർത്തനങ്ങളും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനായി എസ്കോട്ട് എന്ന പദ്ധതിക്ക് 41.22 കോടി വകയിരുത്തുന്നു. അനർട്ടിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യേകത ഊർജ്ജ മേഖലയ്ക്ക് 67.96 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ പരിപാടിയൊക്കെ 31.50 കോടി രൂപ വകയിരുത്തുന്നു. വിദൂര ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതിവൽക്കരണത്തിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ ഗോത്ര നഗരങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ KCBയുടെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കായിട്ട് 6.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പാക്കുന്നതിനായി 31 സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഡെവലപ്പർ പെർമിറ്റ് ഈ ഘട്ടത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സംരംഭ